2026 ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി ഫ്രാൻസ്. സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഫ്രഞ്ച് പട അടുത്ത റൗണ്ടിലേക്ക് കുതിച്ചത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും വിജയിച്ചെത്തിയ ഫ്രാൻസ് നോക്കൌട്ടിലും തങ്ങളുടെ ആധിപത്യം തുടർന്നു. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നായകൻ കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളിന്റെ കരുത്തിലാണ് ഫ്രാൻസ് വിജയിച്ചു കയറിയത്. മത്സരത്തിന്റെ 45-ാം മിനിറ്റിലാണ് എംബാപ്പെ ആദ്യ ഗോൾ നേടിയത്. പിന്നീട് 74-ാം മിനിറ്റിൽ എംബാപ്പെ സ്വീഡന് മേൽ വീണ്ടും പ്രഹരമേൽപ്പിച്ചു. എംബാപ്പയ്ക്ക് പുറമെ ബാഡ്ലി ബാർക്കോള 53-ാം മിനിറ്റിൽ ഗോൾ നേടി ഫ്രാൻസിന് ആധികാരിക വിജയം സമ്മാനിച്ചു. മറ്റൊരു മത്സരത്തിൽ കൂടി ഇരട്ട ഗോൾ നേടി തിളങ്ങിയതോടെ ഒരു ചരിത്ര നേട്ടമാണ് എംബാപ്പെ സ്വന്തമാക്കിയത്. ലോകകപ്പിൽ 7 വ്യത്യസ്ത മത്സരങ്ങളിൽ 2 2-ലധികമോ ഗോളുകൾ നേടുന്ന ആദ്യ താരമായാണ് എംബാപ്പെ മാറിയത്. അർജന്റീനയ്ക്കെതിരെ 2018, 2022 ലോകകപ്പിൽ നടന്ന മത്സരത്തിൽ എംബാപ്പെ 2-ലധികം ഗോൾ നേടിയിരുന്നു. 2022 ലോകകപ്പിൽ ഡെൻമാർക്ക്, പോളണ്ട് എന്നീ ടീമുകൾക്കെതിരെയും എംബാപ്പെ 2 ഗോളുകൾ സ്വന്തമാക്കി. ഈ ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ സെനഗലിനെതിരെയും പിന്നീട് ഇറാഖിനെതിരെയും 2 ഗോളുകൾ നേടി. ഇപ്പോൾ സ്വീഡനെതിരെയും ഡബിൾ ഗോൾ അടിച്ചുകൊണ്ട് പുതിയ ചരിത്രവും സൃഷ്ടിച്ചിരിക്കുകയാണ് ഫ്രഞ്ച് സ്ട്രൈക്കർ.